എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പുതിയൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആമസോണിൻ്റെ എക്കോ ഷോ 5. ഇത് ബേസിക്കലി ഒരു സ്മാർട്ട് സ്പീക്കറാണ്. സ്മാർട്ട് ഡിവൈസസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്പീക്കർ. അതിനൊരു ഡിസ്പ്ലേ കൂടെ വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു സാധനം. അപ്പോൾ ആമസോണിൻ്റെ സ്മാർട്ട് സ്പീക്കേഴ്സ് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. ഇതതിൻ്റെ സ്മാർട്ട് സ്പീക്കർ വിത്ത് ഡിസ്പ്ലേ, അതാണ് എക്കോ ഷോ. ഞാനിത് എന്തിനാണ് മേടിച്ചതെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഞാൻ വീട്ടിലൊരു വീഡിയോ ഡോർബെൽ വാങ്ങിയിരുന്നു. അപ്പോൾ ആരെങ്കിലും അതിനകത്ത് റിങ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ കോള് വരും. അപ്പോൾ എനിക്ക് കാണാം ആരാണ് റിങ് ചെയ്യുന്നതെന്നുള്ളത്, എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട് പൂട്ടി പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലും വീട്ടിലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ അതൊരു CCTV ക്യാമറ കൂടിയാണ്. ആ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, ഒരു ഡിസ്പ്ലേ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ. ഇപ്പോൾ വീട്ടിൽ ഈ ഒരാൾ ഡോർബെൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സ്ട്രീം ചെയ്യുന്നൊരു ഡിസ്പ്ലേ എന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് ഞാനിത് വാങ്ങിയത്. ഇപ്പം നിങ്ങളുടെ സ്മാർട്ട് TV-യിൽ ഇത് സ്ട്രീം ചെയ്യാൻ പറ്റും ഇതില്ലെങ്കിൽ തന്നെയും. പക്ഷെ നമ്മളെപ്പോഴും TV ഓണാക്കി വെച്ചിരിക്കുകയായിരിക്കില്ലല്ലോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ 24 hour ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അതിനാണ് ബേസിക്കലി ഞാൻ ഈ സാധനം വാങ്ങിയത്. പക്ഷേ ഇതത് മാത്രമല്ല, ഇതിനുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ വേറെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ബേസിക്കലി ഇതൊരു സ്മാർട്ട് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ഫീച്ചേഴ്സ് ദിനം പ്രതി ഇതിനകത്ത് ആഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായാലും ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തൽക്കാലം ഞാനൊരു 10 കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിക്കും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. എന്നാലും ഇങ്ങനൊരു സ്മാർട്ട് ഡിവൈസ് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതിനൊരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സഹായിക്കും. എന്താ പറയുക, ഇതൊരു സ്പീക്കർ, ഒരു പാട്ട് കേൾക്കാനുള്ള ഒരു സ്പീക്കർ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഈ സാധനം വാങ്ങരുത്. കാരണം അതിന് പറ്റും, എന്നാൽ പോലും അതല്ല ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മളുടെ വീട് ഒരു സ്മാർട്ട് ഹോമാക്കി മാറ്റുക, സ്മാർട്ട് ഡിവൈസസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഹബ്ബ് എന്നുള്ള രീതിയിൽ. അതിനാണ് ഈ ഒരു സാധനം പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഞാനിതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, നമുക്കിതിനോട് എന്തും ചോദിക്കാം. നമുക്കറിയാത്ത എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ഇതൊരു എൻസൈക്ലോപീഡിയ ആണ്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചോദിക്കുക, ഇതിനറിയുന്ന കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞുതരും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഉപയോഗം. പിന്നെ എന്ത് ചെയ്യുക, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ സ്മാർട്ട് ഡിവൈസസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ എൻ്റെ കയ്യിൽ 2 സ്മാർട്ട് ലൈറ്റുകളുണ്ട്, പിന്നെ ഒരു സ്മാർട്ട് TV ഉണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്മാർട്ട് ഡോർബെല്ലുണ്ട്. ഇതിന് പുറമെ ഇപ്പോൾ സ്മാർട്ട് ഫാനുകൾ ഉണ്ടെങ്കിൽ അതിന് സ്മാർട്ട് വാഷിംഗ് മെഷീൻ, അതുപോലെ സ്മാർട്ട് വാക്യൂം ക്ലീനർ, മറ്റേ റോബോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഇത് പറഞ്ഞാൽ മതി. നമ്മൾ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും, ലൈറ്റ് കളറ് മാറ്റാൻ, അതുപോലെ ഫാൻ ഓൺ ആക്കാൻ ഓഫ് ചെയ്യാൻ, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. അതുപോലെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അതിനടുത്ത് ക്ലീൻ ചെയ്യാൻ പറയാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഡോർബെല്ലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, നമ്മുടെ ഡോർബെല്ലിന് മുന്നിലൊരു പേഴ്സണെ ഡിറ്റക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മോഷൻ ഡിറ്റക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാം. നമുക്ക് ചോദിക്കാം ഷോ മീ ദ ഡോർബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർബെല്ലിൻ്റെ ക്യാമറ അതിനകത്ത് സ്ട്രീം ചെയ്യും. അതുപോലെ അത് മാത്രമല്ല, ഇപ്പോൾ CCTV ക്യാമറ ഇപ്പോൾ വീടിന് ചുറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്യാമറയാണ് ആവശ്യം അതിനകത്ത് സ്ട്രീം ചെയ്യാം ഇതിനകത്ത് പറഞ്ഞിട്ട്. പിന്നെ അടുത്തൊരു ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു സ്ക്രീനുള്ള ഡിവൈസ് ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിത് വീഡിയോസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പ്രൈം വീഡിയോ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഒരു ആപ്പായിട്ടല്ല ബ്രൗസറായിട്ടാണ്, എന്നാൽ പോലും നമുക്കത് കാണാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരീസ് കാണണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതുപോലെ ന്യൂസ് കാണണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആമസോണിൻ്റെ എക്കോ സ്പീക്കേഴ്സ് ഉണ്ട്, ഡിസ്പ്ലേ ഇല്ലാത്ത. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ന്യൂസ് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് വായിച്ച് കേൾപ്പിക്കുക ചെയ്യുക. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ന്യൂസ് ചാനൽ സ്ട്രീം ചെയ്ത് വരും ലൈവായിട്ട്. ഇപ്പം ഞാനിതിനകത്ത് ഇന്ത്യ ടുഡേ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനിതിനകത്ത് ന്യൂസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേ ലൈവായിട്ട് സ്ട്രീം ചെയ്യും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ന്യൂസ് ചാനൽ അതിനകത്ത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത്, ഇതൊരു സ്മാർട്ട് ഹോം മോണിറ്റർ കൂടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഡോർബെൽ അല്ലെങ്കിൽ CCTV ക്യാമറാസൊക്കെ ഇതിനകത്ത് കാണാമെന്നുള്ളത്. അതുപോലെ ഇതിനകത്ത് ക്യാമറയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമ്മളുടെ ഒരു വീട്ടിലെല്ലാ റൂമിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ എന്താ നടക്കണം എന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ റൂം
അല്ലെങ്കിൽ വീടുകൾ ഇതിനകത്ത് ഹോം മോണിറ്റർ എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇനി സ്കിൽസ് ആൻഡ് ഗെയിംസ്. ഇപ്പം നമ്മളുടെ ബുദ്ധിശക്തി വികസിപ്പിക്കാൻ, നമ്മളുടെ ഓർമ്മശക്തി വികസിപ്പിക്കാൻ, അങ്ങനെ അതല്ല ചുമ്മാ തമാശയ്ക്കാണെങ്കിലും നേരം പോക്കിനാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് ഇഷ്ടം പോലെ സ്കിൽസ് ഗെയിംസ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഓരോ ദിവസം പുതിയ പുതിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സ്കിൽസ് ആൻഡ് ഗെയിംസ് കിട്ടും. ഇനി അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ആൻഡ് പോഡ്കാസ്റ്റ്. നമുക്കിഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ മതി, ഇതിനകത്ത് അലക്സ ഇന്ന പാട്ട് പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ ചെയ്യും. അതുപോലെ പോഡ്കാസ്റ്റും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ആമസോൺ മ്യൂസിക്കിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ നമ്മളെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് സ്ട്രീമിംഗ് സർവീസുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലേ ലിസ്റ്റൊക്കെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്ലേ ചെയ്യും. ഇനി നമ്മളിപ്പോൾ ഒരു പ്ലേ ലിസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അടുത്ത പാട്ട് വേണം, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി പ്രീവിയസ് പാട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി അലക്സ നെക്സ്റ്റ് പാട്ട്. ഇതിപ്പോൾ പ്ലേ ലിസ്റ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണത്തെ കാര്യം ഞാൻ പറയുകയാണ്. അലക്സ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാട്ട് വരും, അലക്സ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നത്തെ പാട്ട് വരും. അങ്ങനെ ഇനി അടുത്തത് നമുക്കിതിനകത്ത് അലാം സെറ്റ് ചെയ്യാം, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം, കലണ്ടർ ഷെഡ്യൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രാവിലെ എല്ലാ ദിവസവും 9 മണിക്ക് ഒരു വർക്കൗട്ട് ചെയ്യണം, രാത്രി 9 മണിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് റിമൈൻഡർ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. അല്ലെങ്കിൽ രാവിലെ എല്ലാ ദിവസവും നടക്കാൻ പോകണം അല്ലെങ്കിൽ ഓടാൻ പോകണം എന്ന് റിമൈൻഡർ സെറ്റ് ചെയ്യും. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ അലാം അതുപോലെ ടൈമേഴ്സ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇനി അടുത്തതാണ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊരു സ്ക്രീനുണ്ട്, ക്യാമറയുണ്ട്, മൈക്കുണ്ട്. നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഫോണിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള എക്കോ ഡിവൈസുകളിലേക്കോ കോൾ ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡിവൈസ് സഹായിക്കും. അതുപോലെ അടുത്ത ഫീച്ചറാണ് ഡ്രോപ്പ് ഇൻ ആൻഡ് അനൗൺസ്മെൻറ്റ്. ഇപ്പോൾ നമ്മളുടെ ഒരു വീട്ടിൽ ഒരു വലിയ വീടാണ്, അതിനകത്ത് ഒരുപാട് മുറികളുണ്ട്, 2 നിലയുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിലകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഉപകാരപ്പെടുന്ന ഫീച്ചറാണ് ഈ ഡ്രോപ്പ് ഇന്നും അനൗൺസ്മെൻറ്റും ഒക്കെ. ഇപ്പോൾ നമുക്കൊരു റൂമിൽ നിന്ന് അടുത്ത റൂമിലുള്ള ഒരാളെടുത്ത് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂമിലുള്ള ഡിവൈസിൽ നിന്ന് ആ റൂമിലുള്ള ഡിവൈസിലേക്ക് ഡ്രോപ്പ് ഇൻ ചെയ്യാം. അപ്പോൾ ലൈവായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്ന ഫീച്ചർ. ഇനിയിപ്പോൾ അടുത്ത റൂമിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ എക്കോ ഡിവൈസുകളിലേക്കാണെങ്കിലും നമുക്കിതുപോലെ ഡ്രോപ്പ് ഇൻ ചെയ്യാൻ പറ്റും. പിന്നെ അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എക്കോ ഡിവൈസുകളിലും നമുക്കിപ്പോൾ ഒരു മെസ്സേജ് എല്ലാ റൂമിലേക്ക് എത്തിക്കണം, എല്ലായിടത്തേക്കും എത്തിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിച്ചണിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം എല്ലാ എക്കോ ഡിവൈസുകളിലേക്കും, ഡിന്നർ റെഡിയാണ്, എല്ലാവരും ടേബിളിലേക്ക് വരൂ എന്നുള്ളൊരു മെസ്സേജ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് റൂമിലുള്ള എല്ലാ റൂമിലും ഒരു അനൗൺസ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അലക്സ എടുത്ത് പറഞ്ഞാൽ മതി, അത് ചെയ്തോളൂ. ഇനി 10ാമത്തെ ഫീച്ചർ നമ്മളെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിനകത്ത് 5ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൽസ് ആൻഡ് ഗെയിംസ്. അതിലുള്ളൊരു സ്കില്ലാണ് ഈ സഞ്ജീവ് കപൂർസ് റെസിപ്പി. സഞ്ജീവ് കപൂർ എന്ന് പറയുന്ന ഷെഫ് ഉണ്ടല്ലോ, പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്കിൽ അല്ലെങ്കിൽ ഗെയിമാണിത്. അപ്പോൾ നമ്മളിത് ഈ സ്കില്ലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അലക്സ എടുത്ത് പറഞ്ഞാൽ മതി ഇന്നൊരു റെസിപ്പി, ഫോർ എക്സാമ്പിൾ ഒരു ബിരിയാണി റെസിപ്പി. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനകത്ത് പറഞ്ഞു തരും. സ്ക്രീനുള്ള ഡിവൈസ് ആണെങ്കിൽ അതിനകത്ത് കാണാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നും കാണാൻ പറ്റും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഒന്നിലെ സ്ക്രീനിൽ ഞെക്കിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ അലക്സ പറയാം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കുക്കിംഗ് എല്ലാ സ്റ്റേജസും വളരെ വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയാം. അങ്ങനെ നമുക്ക് നമ്മളെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടിയാണിത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് എൻഡ്ലെസ് ആണ്. അത് ഓരോ ദിവസം നല്ല രീതിയിൽ പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിനകത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്, റുട്ടീൻസ് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾക്ക് നമ്മളുടെ സ്മാർട്ട് ഡിവൈസസ് വെച്ചിട്ടുള്ള നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കൊരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് റുട്ടീൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി നമ്മൾ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, വീട് പൂട്ടി പുറത്ത് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്മാർട്ട് ലൈറ്റുകളും എല്ലാ സ്മാർട്ട് ഡിവൈസുകളും ഓഫാവണം ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ റുട്ടീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ചും അതുപോലെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ഓണാവുന്നു. എല്ലാം അല്ല, നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ലൈറ്റുകൾ ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ വേണമെങ്കിൽ ഒരു റുട്ടീൻ നമ്മൾ എണീക്കുമ്പോൾ സമയത്ത് രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നു, അതിൻ്റെ ഒപ്പം ന്യൂസ് പറയുന്നു, വെതർ പറയുന്നു, ഈവൻ ഇതായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഡിവൈസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു
എത്ര മണിക്കൂർ ഉറങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പറയും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു റുട്ടീൻ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മളത് പറയുമ്പോൾ എല്ലാ ലൈറ്റുകളും എല്ലാം ഇതൊക്കെ ഓഫാവും. അങ്ങനത്തെ റുട്ടീൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. നമുക്കതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, പുതിയ പുതിയ സാധ്യതകൾ നമുക്ക് തുറന്നു കിട്ടുകയാണ് ഈ റുട്ടീൻസിലൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ഡിവൈസ് ഉണ്ടായിട്ടുള്ളൊരു ഗുണം. ഇതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ള ഒരു വീഡിയോ. എന്തായാലും ഇത്ര നേരം എന്താ പറയുക, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.